മൗലാന മുഹമ്മദ് അലി പറയുകയാണ് ഇത് മുസ്ലിം വിരുദ്ധമാണ്, വന്ദേമാതരം പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിലെ അന്നത്തെ ആർജവമുള്ള ദേശസ്നേഹികൾ, നെഹ്റു എന്നല്ല കേട്ടോ, ആർജവമുള്ള ദേശസ്നേഹികൾ പറഞ്ഞു വന്ദേമാതരം ഞങ്ങൾ പാടും, വന്ദേമാതരം പാടരുത് എന്ന് പറയാൻ ഇത് മുസ്ലിം പള്ളിയൊന്നുമല്ല എന്ന് അന്നത്തെ കോൺഗ്രസിലെ ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ അത് പറയുകയും മൗലാന മുഹമ്മദ് അലിയെ വേദിയിലിരുത്തിക്കൊണ്ട് അന്ന് ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ വന്ദേമാതരം കാക്കിനടയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പാടിയിട്ടുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ വന്ദേമാതരം ആലപിച്ചിരുന്നു. രവീന്ദ്രനാഥ ടാഗോറാണ് ആദ്യമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ വന്ദേമാതരം ആലപിക്കുന്നത്. പിന്നീട് എന്ത് സംഭവിച്ചു? 1923 കാക്കിനാഡയിലെ AICC സമ്മേളനത്തിലാണ് ആദ്യമായി കോൺഗ്രസ് പാർട്ടിയിലെ ഇസ്ലാമിസ്റ്റുകൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിന്റെ ഭാഗമായി കോൺഗ്രസിന്റെ ഭാഗമായി നിന്ന ആളുകൾ വന്ദേമാതരത്തെ എതിർത്ത് രംഗത്തെത്തുന്നത്. അന്ന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന മൗലാന മുഹമ്മദ് അലി വേദിയിലിരിക്കുന്ന ഘട്ടത്തിൽ വന്ദേമാതരം ആലപിക്കുമ്പോൾ ഇത് നിർത്തണം, ഇത് മുസ്ലിങ്ങൾക്കെതിരാണ് എന്ന് മൗലാന മുഹമ്മദ് അലി പറയുകയാണ്. സദസ്സ് മുഴുവൻ ഞെട്ടിത്തെരിച്ചു. കാരണം രവീന്ദ്രനാഥ ടാഗോറിനെ പോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ സ്വാതന്ത്ര്യ സമരത്തിലെ ജ്വലിക്കുന്ന ജ്വാലയായി നിന്ന നൂറുകണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികൾ ഉറക്കെ ചൊല്ലിയ നമ്മുടെ അഭിമാനമായ വന്ദേമാതരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ വേദിയിൽ പാടുമ്പോൾ ആ വേദിയിൽ അധ്യക്ഷനായിരിക്കുന്ന മൗലാന മുഹമ്മദ് അലി പറയുകയാണ് ഇത് മുസ്ലിം വിരുദ്ധമാണ്, വന്ദേമാതരം പാടാൻ പാടില്ല എന്ന് പറഞ്ഞു. കോൺഗ്രസിലെ അന്നത്തെ ആർജവമുള്ള ദേശസ്നേഹികൾ, നെഹ്റു എന്നല്ല കേട്ടോ, ആർജവമുള്ള ദേശസ്നേഹികൾ പറഞ്ഞു വന്ദേമാതരം ഞങ്ങൾ പാടും, വന്ദേമാതരം പാടരുത് എന്ന് പറയാൻ ഇത് മുസ്ലിം പള്ളിയൊന്നുമല്ല എന്ന് അന്നത്തെ കോൺഗ്രസിലെ ചുണക്കുട്ടികളായിട്ടുള്ള ആളുകൾ അത് പറയുകയും മൗലാന മുഹമ്മദ് അലിയെ വേദിയിലിരുത്തിക്കൊണ്ട് അന്ന് ദേശസ്നേഹികളായിട്ടുള്ള ആളുകൾ വന്ദേമാതരം കാക്കിനടയിലെ കോൺഗ്രസ് സമ്മേളനത്തിൽ പാടിയിട്ടുണ്ട്.